നേരെ നിവർന്ന് നിൽക്കുക. കാലുകൾ ചേർത്ത് വെച്ച് കൈകൾ കൂപ്പി. ഈ ആസനമാണ് പ്രണാമാസനം. ദീർഘശ്വാസം എടുത്ത് വിട്ട് പ്രണാമാസനം. നന്നായി ശ്വാസം എടുത്ത് തലയ്ക്ക് മുകളിലോട്ട് കൈ ഉയർത്തി. അതാണ് ഹസ്ത ഉദ്ധാനാസനം. ശ്വാസം പുറത്തേക്ക് വിട്ടു പാദഹസ്താസനം. ഇനി ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് പുറകിലോട്ട് നീട്ടി വെച്ചു. ഇതാണ് അശ്വസഞ്ചലനാസനം. അശ്വസഞ്ചലനാസനത്തിൽ വലത് കാല് പുറകോട്ട് നീട്ടി വയ്ക്കുമ്പം വലത് കാലിൻ്റെ മുട്ട മാറ്റിൽ പതിഞ്ഞിരിക്കണം. ഇടത് കാല് 90 ഡിഗ്രി തന്നെ രണ്ട് കൈകളുടെ നടുവിലായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വയ്ക്കണം. ഇനി ശ്വാസം പിടിച്ചു നിർത്തി പൂർവോത്ഥാനാസനം. പൂർവോത്ഥാനാസനത്തിൽ നമ്മൾ ശ്വാസം പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. ശരീരം നേർരേഖ വലിഞ്ഞ് മുന്നിലേക്ക് നോക്കി നിൽക്കുക. രണ്ട് കാലും തറയിൽ നിന്ന് ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. ശ്വാസം പുറത്തേക്ക് വിട്ട് അഷ്ടാംഗ നമസ്കാരം. അഷ്ടാംഗ നമസ്കാരത്തിൽ നമ്മുടെ അടിവയറ് മാത്രം നിലത്ത് പതിയത്തില്ല. ബാക്കി ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മാറ്റിൽ പതിഞ്ഞ് നിൽക്കും. ആദ്യമൊക്കെ ചെയ്യുന്നവർക്ക് അടിവയറ് ഉയർത്തി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർ ശരീരം മൊത്തം ഫുള്ളങ്ങ് കമന്ന് കടന്നോളുക. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അടിവയർ ഉയർത്തി ചെയ്യാനായിട്ട് ശരീരം പാകപ്പെട്ട് വരുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇനി നന്നായി ശ്വാസം എടുത്ത് ഭുജംഗാസനം. ഭുജംഗാസനത്തിലായിരിക്കുമ്പോൾ അടിവയറിലേക്ക് ശ്രദ്ധിച്ച് ശ്വാസം എടുത്ത് വിടാം. ശ്വാസം പുറത്തേക്ക് വിട്ട് പർവ്വതാസനം. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് വലത് കൈയുടെ അടുത്ത് വെച്ചു അശ്വസഞ്ചലനാസനം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പാദഹസ്താസനം. ശ്വാസം എടുത്ത് ഹസ്ത ഉദ്ധാനാസനം. ശ്വാസം വിട്ട് കൈകൾ താഴ്ത്തി സ്ഥിതി. ഇനി വലത് കാല് നമ്മൾ പുറകോട്ട് വെച്ച് ചെയ്ത പോലെ തന്നെ ഇടത് കാലും കൂടെ പുറകിലേക്ക് വെച്ച് ചെയ്ത് കഴിയുമ്പോഴേ ഒരു സൂര്യ നമസ്കാരം ആകുകയുള്ളൂ. ശ്വാസം എടുത്ത് വിട്ട് പ്രണാമം. ശ്വാസം എടുത്ത് ഹസ്ത ഉദ്ധാനാസനം. ശ്വാസം പുറത്തേക്ക് വിട്ട് പാദഹസ്താസനം. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാല് ബാക്കിൽ അശ്വസഞ്ചലനാസനം. ആ ശ്വാസം പിടിച്ചു നിർത്തി പൂർവോത്ഥാനാസനം. ശ്വാസം പുറത്തേക്ക് വിട്ടു അഷ്ടാംഗ നമസ്കാരം. ശ്വാസം എടുത്ത് ഭുജംഗാസനം. ശ്വാസം പുറത്തേക്ക് വിട്ടു പർവ്വതാസനം. ശ്വാസം എടുത്ത് ഇടത് കാല് ഇടത് കൈയുടെ അടുത്ത് വെച്ചു അശ്വസഞ്ചലനാസനം. ശ്വാസം പുറത്തേക്ക് വിട്ട് പാദഹസ്താസനം. ശ്വാസം എടുത്ത് ഹസ്ത ഉദ്ധാനാസനം. ശ്വാസം വിട്ട് കൈകൾ താഴ്ത്തി സ്ഥിതി. ആദ്യമായി പരിശീലിക്കുന്നവർ 1-2 സെറ്റ് ചെയ്താൽ മതി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എണ്ണം കൂട്ടിക്കൂട്ടി ചെയ്യുന്നതാണ് നല്ലത്. സൂര്യ നമസ്കാരം ഒരു സമ്പൂർണ്ണ വ്യായാമ പദ്ധതിയാണ്. അത് ശ്വസനത്തിൽ ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ അതിൻ്റെ പൂർണ്ണ ഫലം കിട്ടുകയുള്ളൂ. ഒരുപാട് സ്പീഡിൽ ആദ്യം ചെയ്യുന്നവർ ചെയ്യാൻ പാടില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്പീഡിൽ ചെയ്യാവുന്നതാണ്. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ആസനങ്ങളെക്കുറിച്ച് പഠിക്കാം.